ഹലോ ഫ്രണ്ട്സ്, നമ്മളെ പുതിയ വീഡിയോ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എന്ന് വെച്ചാൽ നമ്മളെ കുറവങ്കോണ് സംസം മോഡൽ ഫ്രീ ആയിട്ട് നോമ്പ് മുറിക്കുന്ന ഫുഡ് കൊടുക്കണം എന്ന് പറഞ്ഞായിട്ട്. എന്നാൽ ഫ്രീ ആയിട്ട് കിട്ടുമെങ്കിൽ ഇന്ന് പോയി കാണണമെന്ന് വിചാരിച്ച് നമ്മൾ ഇന്ന് അങ്ങോട്ട് പോകണം. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഫ്രീ ആയിട്ട് ഫുഡ് അടി അല്ലേ. ഇതാണ് നമ്മളെ തിരുവനന്തപുരത്തോ ഏത് സ്ഥലം എന്ന് പറ. ഈ സ്ഥലത്തിൻ്റെ പേര് അറിയാം അപ്പോൾ അല്ലേ. ഓവർ ബ്രിഡ്ജ് എത്തി. എന്താ തിരക്ക് നോക്കിയാണ് അല്ലേ. അല്ലെ ഒരു എത്ര സമയം, ഒരു വൈകുന്നേരം സമയം അല്ലേ ഓഫീസൊക്കെ സാറ്റർഡേ. എന്നാലും എല്ലാവരും തിരിച്ച് വീട്ടിലോട്ട് പോകണ തിരക്കും കാര്യങ്ങളൊക്കെ. അല്ലാതെ ഇത്ര ബ്ലോക്ക് വരില്ലല്ലോ അല്ലേ. ഇതാണ് നമ്മളെ തമ്പാൻ്റെ ജംഗ്ഷൻ അല്ലേ. ഇവിടെയാണ് SS കോയിൽ റോഡ്. എല്ലാവരും ഇവിടെ ഇവിടെയൊക്കെയാണ് കൂടുതൽ PSC ഉള്ള ആൾക്കാരൊക്കെ പിള്ളേരെ പഠിക്കുന്ന സ്ഥലം. എപ്പോൾ നോക്കിയാലും അറിയാം ഇപ്പോൾ കയ്യിൽ പിള്ളേരൊക്കെ എല്ലാം സെറ്റായി. ഇപ്പോൾ തിരുവനന്തപുരം മൊത്തം നല്ല ഡെവലപ്പ് ആയിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ തിയേറ്റർ ഉണ്ട്, ശ്രീകുമാർ ശ്രീ വിശാഖ്. അത് ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്നത് തമ്പാൻ്റെ ഹൃദയഭാഗത്തായിട്ട് അത് ഓപ്പൺ ചെയ്ത് അടച്ചിട്ടിരിക്കുന്നത്. എന്നാലും എത്ര വർഷമായി അറിയാമോ. ഓ ഇത് ഈ കോയിലിൽ ഏത് നിന്നറിയാമോ. പേരെന്തിര് ഫേമസ് ആണ് ഇവിടെ. ഞാൻ അമ്മൻ കോയിൽ റോഡ്. ഈ റോഡിന്റെ പേര് അമ്മൻ കോയിൽ റോഡാണ്. എവിടെ ബാറാണ് അവിടെ കാണാൻ. ഓ ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണ്, അതുകൊണ്ടാണ് എല്ലാം ഇവിടെ മൊത്തം പിള്ളേർ നിൽക്കുന്നതാണ് പഠിക്കുന്നേ. ഇതൊക്കെ കോച്ചിങ് സെന്റർ ആണ്. PSC ഒക്കെ പഠിക്കണമെങ്കിൽ. ഓ ഈ ഏരിയ അങ്ങനത്തെ ഏരിയ ആണ് കേട്ടോ. അല്ല പഴയ ടൈപ്പ് ബിൽഡിംഗ് ആണ് ഇവിടെയൊക്കെ അല്ലേ. പണ്ട് ഇതൊക്കെ വന്നിട്ട് ഹൈറ്റൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ വളർന്നിട്ട് ഒപ്പം പിടിച്ചിരിക്കുകയാണ് ഇപ്പൊ ഇത് അല്ലേ. ഇടയ്ക്ക് പുതിയ വലിയ വലിയ ബിൽഡിംഗ് ഇതൊക്കെ പുതിയ ഇപ്പം കെട്ടിയത്. അതെന്തെന്നറിയാമോ. കാണിച്ചെടുത്തേ എല്ലാവർക്കും അല്ലേ. പണ്ട് എത്ര വർഷം മുമ്പുള്ള ബിൽഡിംഗ് അറിയാമോ. ആ റോഡ് വന്നു വരുമ്പോൾ ഇതിൻ്റെ ചന്തം കോടിയാണ് അല്ലേ. പണ്ടത്തെ ചെറിയ റോഡാണ്. ഇപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ സ്ഥലം ഉണ്ടെന്ന്. അടിപൊളി അല്ലേ കണ്ടു പോകാൻ. ഓ എന്തായാലും വൈകുന്നേരം കാഴ്ചകളെല്ലാം മനോഹരമായ കാഴ്ചകൾ തന്നെ അല്ലേ. വൈകുന്നേരം പ്രത്യേക ഒരു രസമാണ് കറങ്ങാനൊക്കെ. അതുകൊണ്ട് ഫ്രൂട്ട്സ് കട നോക്കിയാണ്. അടിപൊളി വൈകേട്ടാ. പിന്നെ ഇവിടെ ബസ് സ്റ്റാൻഡ് ഉണ്ട്. ഇവിടെ ഏകദേശം ഒരു കുറേ ആൾക്കാർ ബസ് ഇറങ്ങാനൊക്കെ നിൽക്കുന്ന സ്ഥലം. ബസ് ഈ സൈഡിൽ ഒതുക്കും. ബസ് സ്റ്റാൻഡാണ്. ബസ് ഇവിടെയൊക്കെ ഇപ്പം പിള്ളേരൊക്കെ ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയിട്ട് ആരും കാണാനില്ല. നമ്മളെവിടെ തന്നെയല്ലേ. അതോ നേരെ കാണുന്ന ബിൽഡിംഗ് അല്ലേ. നേരെ കാണുന്ന ബിൽഡിംഗ് അല്ലേ. ഓക്കെ ശരി. നമ്മൾ ഈ നോമ്പ് മുറിക്കുന്ന സ്ഥലം എവിടെയാണ്. നന്ദൻകോടാ. ഓക്കെ നമ്മളങ്ങനെ ലൊക്കേഷൻ ഇട്ട് നന്ദൻകോടാണ് കാണിക്കണ. അവിടെ റംസാനായിട്ട് ഫുഡൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. അത് എന്തായാലും നമുക്ക് കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മുസ്ലിം നോമ്പ് കുടിക്കാൻ അവർക്ക് കഴിക്കാൻ പറ്റും. എന്തിനാണ് അവിടെ പോണത്. ഫ്രീ ആയിട്ട് ആഹാരം കഴിക്കില്ല. അവിടെ പോയി നോക്കാം. അവർ എത്ര ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കില്ല. അപ്പോൾ അതൊക്കെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയി അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് കാണാം. നമുക്ക് ഞാൻ എന്തായാലും ഫുഡ് കഴിക്കുകയില്ല. എന്നാലും അത് നോമ്പ് മുറിക്കാൻ എല്ലാവർക്കും ഫുഡ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു പറഞ്ഞപ്പോൾ വലിയൊരു കാര്യം, വലിയൊരു കൗതുകമായി തോന്നി. എല്ലാവർക്കും കഴിക്കാത്താണ് പറഞ്ഞ വീഡിയോയിൽ. എന്തായാലും പോയി നോക്കാം എന്താണ് അവിടെ അവസ്ഥ എന്നൊക്കെ. ഇനി നമുക്ക് ഏകദേശം 400 മീറ്റർ ഉള്ളൂ. 400 മീറ്റർ നമ്മൾ സംസം റെസ്റ്റോറൻറ്റ്. ജ്യൂസിൻ്റെ വെള്ളമൊക്കെ ഗ്ലാസ്സൊക്കെ വെച്ച് കേട്ടോ. അങ്ങനെ അകത്ത് ആൾക്കാരിരിക്കുന്നത്. അപ്പോൾ നമ്മളകത്ത് എന്തായാലും കയറിയില്ല. വെളിയിൽ ഇപ്പോൾ ജ്യൂസൊക്കെ കഴിക്കും. പിള്ളേരൊക്കെ വന്നിരിക്കുന്നത് അല്ലേ ജ്യൂസ് കുടിക്കാൻ വേണ്ടി. അപ്പോൾ എന്താ ജ്യൂസ് ജ്യൂസ് കൊണ്ടുവരണം കേട്ടോ.
എന്തിനാണെന്തോ വീട്ടിൽ തുടങ്ങി കേട്ടാ. റോസ് മിൽക്കാണ് കേട്ടാ. ക്യൂവിൻ്റെ തിരക്ക് പോയിക്കാൻ നിങ്ങൾ ഇപ്പോൾ തുടങ്ങിയുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കിട്ടിയ സ്ഥലമാണ് ബാക്കിൽ അല്ലേ. ബാക്കിൽ നമ്മൾ അടുത്താണ് നിന്നത്. പക്ഷേ നമ്മളെ ബാക്കിൽ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത്ര ആൾക്കാർ. ഓ നല്ല ക്യൂ ആയിട്ടാ ബാക്കിൽ. നമ്മൾ സെൻറ്ററിൽ കൊള്ളാം. ഇത് 7 കൊള്ളാം കേട്ടോ അല്ലേ. ഇത് ഈ സൈഡിൽ ആ പൂവുണ്ട്. ഇനി എന്തോ വെച്ചിങ്ങനെ പൂവുകളുണ്ട്. നല്ല രസം കേട്ടോ. ഇതോ ആ കടലാസ് പോയ. ഓ അതിൻ്റെ ഇടയിൽ കൂടെ നടന്നൊക്കെ വന്നല്ലേ. നമ്മൾ നോക്കിയാണ് ആൾക്കാർ നടന്നു വന്നത്. ഫോണൊക്കെ സംസാരിച്ച് നല്ല രസം കേട്ടോ അല്ലേ. നല്ല ഏരിയ കേട്ടോ. വൈകുന്നേരം ആയതുകൊണ്ട് നല്ല രസമാണ്. അപ്പോൾ അടുത്ത വന്നേ കേട്ടോ. സമോസ, തണ്ണിമത്തൻ, നല്ല പഴം, റോസ് മിൽക്ക് ഒക്കെ അതിൻ്റെ തണ്ണിമത്തം ഉണ്ട് കേട്ടോ. എന്തോ കട്ടിക്ക് എന്തോ വീരുന്നു. ഇത്രയും സാധനങ്ങളുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടി. ക്യൂ നല്ലവണ്ണം കൂടി കേട്ടാ. ഇരട്ടിയായി ക്യൂ. അങ്ങ് അറ്റം വരെ ഉണ്ട് കേട്ടോ. ഈ ആ ക്യൂ ആണെന്ന് തോന്നുന്നു. നമ്മൾ ഫ്രണ്ടിലാണെന്ന് തോന്നുന്നു അല്ലേ. ഓ എന്നാലും ആദ്യം ചോദിച്ചു ഫ്രണ്ടിൽ ബാക്കിലായി പോയിരുന്നു. പക്ഷേ ക്യൂ കണ്ടപ്പോൾ നമ്മൾ ഫ്രണ്ടിലാണ്. ഇരുട്ടി തുടങ്ങി കേട്ടോ. സമയം എത്രയായി? 6:30 ആയി. കയ്യിലാണ് കൊടുക്കുന്നത് കേട്ടോ. വെള്ളം, കുറേ സാധനങ്ങൾ. അതുകൊണ്ട് നമുക്ക് എടുക്കണ വീഡിയോ എടുക്കാൻ പറ്റും. കയ്യിൽ വാങ്ങിക്കണം എനിക്ക്. അതുകൊണ്ട് ഇപ്പം എടുക്കണം. ഇതൊക്കെയാണ് ആൾക്കാരെ കൊടുക്കണത്. കയറ്. നമ്മളാരും കഴിച്ചില്ല. അവിടെ എല്ലാവരും കഴിക്കാതെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അല്ലേ. ആരും കഴിച്ചു തുടങ്ങില്ല. ആ ബാങ്ക് വിളി സൗണ്ട് കേൾക്കണല്ലേ. നോക്കി ഒരാൾ കഴിക്കില്ല. എല്ലാവരും വെച്ച് ഹോൾഡ് ചെയ്യണം. എല്ലാവരും ഇവിടെ വെച്ച് നമ്മൾ എപ്പോഴാണ് വെച്ചില്ല. ഈ പയ്യൻ കഴിച്ചു തുടങ്ങി. ആ കഴിക്കുന്നത്. ആ അതാണ് എല്ലാവരും കഴിക്കണം. വാ നീ കുടിച്ചോ. തിന്നോ. എങ്ങനെയുണ്ട്? തണ്ണിമത്തല്ല അത്. അതിനകത്ത് എന്തിനാണ്? ചിക്കനാണോ? കടിച്ചു നോക്ക്. ചിക്കനാ. ഈത്തപ്പഴം ഉണ്ട് എൻ്റെ കയ്യിൽ. അന്നും പച്ച കേട്ടാ. ഇന്നലെ വൈകുന്നേരം ഒരു ബൂസ്റ്റപ്പ് ഫുഡായിട്ട് അല്ലേ. ഞാനെന്താ കൈമാറ്റി ഞാൻ കുടിക്കാൻ പോണം. കൊള്ളാം. നല്ല ടേസ്റ്റാണ്. പക്ഷേ അല്പം വെള്ളം കൂടുതലാണോ ഇടട്ടെ. റോസ് മിൽക്കിൻ്റെ ഒരു കട്ടി അതില്ല. കൊള്ളാം. ചിക്കൻ തന്നെ. ഞാനും കഴിക്കാൻ പോണം. അപ്പഴും തിരക്ക് കൂടി കേട്ടാ. ഇപ്പോഴും കൊടുത്തോണ്ടിരിക്കുന്നു കേട്ടാ. എല്ലാം തീർന്നു കേട്ടോ. ഉന്തലും തള്ളലോ. ഇത് കൊള്ളാം അല്ലേ. ബോഗൻവില്ല. നമ്മൾ വണ്ടി ഇതോടെ ഇട്ടിരിക്കുന്നത്. ഇതാണ്ട് നമ്മൾ ഇറങ്ങി നമ്മൾ കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ വന്നത്. ഇതാണ് നമ്മൾ ഹോട്ടൽ അല്ലേ. നമ്മൾ ഒരു 6 എത്ര മണിക്ക് വരണം ഇവിടെ? ഓ ആ ഒരു 6 മണിക്കെങ്കിൽ വന്ന് ഇവിടെ നിന്ന് ഫുഡ് അടിക്കാം അല്ലേ. നിങ്ങൾ കണ്ടല്ലോ. അതാണ് അവസ്ഥ. ഈ സ്ഥലം എന്ന് പറഞ്ഞത് നമ്മളെ നന്തൻകോട് കവടിയാറിൻ്റെ അടുത്ത്. കവടിയാർ വരാം അല്ലേ. പട്ട മറ്റേ PMG അവിടെ നിന്ന് വളഞ്ഞും വരാം അല്ലേ. കോവിൽ കേട്ടോ. കൊള്ളാം. അത്യാവശ്യം വേറെ വീക്കും കേട്ടോ ഇതൊക്കെ ഈ സാധനങ്ങൾ. ഓ കുപ്പിയിലേക്ക് വാങ്ങിച്ചോണ്ട് പോകണം ചിലവരൊക്കെ. എല്ലാം അങ്ങനെ എല്ലാ ഹിന്ദുക്കളൊക്കെ തന്നെ വന്നിരിക്കും. മുസ്ലിം മാത്രമൊന്നുമല്ല. ആർക്ക് വേണമെങ്കിൽ വരാം കേട്ടോ. എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അതെന്തായാലും മാറി. കൊള്ളാം കേട്ടോ. അത് കോവിൽ ഉത്സവം ഫ്രണ്ട് കാണിച്ചു കൊടുത്തല്ലോ. ബസ് സ്റ്റാൻഡ് ആണ്. എല്ലാ ഫ്രണ്ട്സ് പിള്ളേരൊക്കെ വന്നിരിക്കുന്നുണ്ട്. നല്ലൊരു വൈബ് സ്പോട്ട്. തിരുവനന്തപുരമൊക്കെ അടിപൊളിയായി പറഞ്ഞു കേട്ടോ. വൈകുന്നേരമൊക്കെ വണ്ടി ഓടിക്കാൻ നല്ല ഒരു മൂഡും അല്ലേ. അടിപൊളി വൈബ് കേട്ടോ. നമ്മളെന്തായാലും വൈകുന്നേരം
ഇങ്ങോട്ട് ഇറങ്ങിയത് എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ. നല്ല കുറേ മെമ്മറിയും കാര്യങ്ങളൊക്കെ കിട്ടി. കുറേ ദിവസമായി നമ്മൾ പുറത്തോട്ടൊക്കെ പോയിട്ടാണ്. പള്ളി യേശുവിനെ കാണിച്ചു കൊടുത്താണ് മുകളിലുള്ള പൊക്ക്. യേശുവിനെ കിട്ടിയാ അടിപൊളിയായിട്ട്. അപ്പുറത്ത് നോക്കിയാൽ മുസ്ലിം പള്ളി കാണിച്ചു കൊടുത്താണ്. ഇത് കാണിച്ചോടെ മുസ്ലിം പള്ളി ആണ് ഇവിടെ. ഇവിടുത്തെ മുസ്ലിം പള്ളി കാണിച്ചോടെ. മുസ്ലിം പള്ളി, കോവില്, ക്രിസ്ത്യൻ പള്ളി, മൂന്നും ഇത് തൊട്ടടുത്തുണ്ട്. അടുത്ത് തന്നെ മൂന്നും